ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. അംബിക പത്മാവതിയെയും ജഗന്നാഥനെയും കുറിച്ചുള്ള അപവാദങ്ങൾ തെളിവ് സഹിതം നിരത്തി പറഞ്ഞു കൊടുത്തത് അംബികയെ പൂർണ്ണമായും വിശ്വസിക്കുന്ന പ്രതാപൻ അതെല്ലാം അങ്ങ് വിശ്വസിച്ചു. നിറ കണ്ണുകളോടെ ചങ്കു പൊട്ടി പ്രതാപൻ പത്മാവതിയോട് പറയുന്നു, എനിക്ക് കുറച്ച് അന്തസ്സും ആത്മാഭിമാനവും ഉള്ളതുകൊണ്ട് ഞാൻ നിന്നെ കൊല്ലുകയോ തല്ലുകയോ ചെയ്യുന്നില്ല. പക്ഷേ ഇനി മുതൽ നീ എൻ്റെ ജീവിതത്തിലില്ല. നിനക്ക് നിന്റെ വഴി, എനിക്ക് എൻ്റെ വഴി എന്ന് പറഞ്ഞ് പ്രതാപൻ സങ്കടത്തോടെ അങ്ങ് നടന്നു പോവുകയാണ്. ഇതെല്ലാം കേട്ട് പൊട്ടിക്കരയുകയാണ് പത്മാവതി. എന്ത് പറയണം, എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ് ജഗന്നാഥനും. വിചാരിച്ച കാര്യങ്ങൾ എളുപ്പത്തിൽ നടന്ന സന്തോഷത്തിൽ തന്നെയാണ് അംബിക. അങ്ങനെ പ്രതാപനെയും പത്മയുടെയും സന്തോഷകരമായ ദാമ്പത്യ ജീവിതം തകർത്ത് ആ കഥ പത്മാവതി അവരോടെല്ലാവരോടും പറഞ്ഞു കൊടുക്കുവാണ്. ജഗന്നാഥൻ പറയുവാണ്, എൻ്റെ മഹാദേവവർമ്മ സാറിൻ്റെ മകളാണ് പത്മ. എന്നേക്കാളും പ്രായത്തിൽ എത്രയോ ചെറിയ കുട്ടി. ഞാൻ എൻ്റെ മകളായി കരുതേണ്ട ഈ കുട്ടിയെക്കുറിച്ചാണ് അംബികയെന്ന് പറയുന്ന ആ മഹാഭാവി അപരാധങ്ങൾ പറഞ്ഞു പരത്തിയത്. അത് കേട്ടിട്ട് രാജു ചോദിക്കുന്നു, ഈ അംബിക വല്ല മാനസിക രോഗി വല്ലതുമാണോ? അത് കേട്ടിട്ട് ജഗന്നാഥൻ പറയുക, അവൾ ഫുൾ നെഗറ്റീവാണ്, ചെകുത്താൻ്റെ പ്രതിരൂപം. അവൾക്ക് ഭർത്താവും കുടുംബജീവിതവും ഒന്നുമല്ല വേണ്ടത്, എങ്ങനെയും പണം ഉണ്ടാക്കുക, അവൾക്ക് പക തോന്നുന്നവരോട് പ്രതികാരം തീർക്കുക. അതൊക്കെ കേട്ടോണ്ടിരുന്ന വേണു പറയുന്നു, അംബിക പണ്ട് മുതലേ വളരെ മോശമാണ്. പ്രതാപവർമ്മ സാറിൻ്റെ പെങ്ങളാണല്ലോ എന്ന് കരുതിയാണ് മഹാദേവവർമ്മ സാർ അവളെ ആ വീട്ടിൽ നിർത്തിയത് തന്നെ. സാർ എന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്, വേണു അംബികയെ സൂക്ഷിക്കണമെന്ന്, അവളൊരണലിപ്പാമ്പാണെന്ന്. ജഗന്നാഥൻ പറയുക, ഋതുമോളെ, മോടെ അമ്മ പത്മ അഗ്നി പോലെ പരിശുദ്ധയുള്ളവളാണ്. പത്മയെ മോൾ ഒരിക്കലും വേദനിപ്പിക്കരുത്. ഋതിക സങ്കടത്തോടെ പത്മയെ നോക്കിയിട്ട് പറയുന്നു, ഇല്ലെങ്കിലേ ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല. ജഗന്നാഥൻ വീണ്ടും പറയുവാണ്, പത്മാവതിയെ പ്രതാപൻ ഇറക്കി വിട്ടപ്പോൾ ഋതുമോളെ പത്മാവതി കൊണ്ടുപോകാതിരുന്നത് മനഃപൂർവ്വമല്ല. പുറകെ വന്ന അംബിക മോളെ കൊന്നുകളയുമെന്നുള്ള ഉറച്ച വിശ്വാസം കൊണ്ടാണ്. ജഗന്നാഥൻ അങ്ങനെ അങ്ങ് പറയുമ്പോൾ വിശ്വസിക്കാനാകാതെ സങ്കടത്തോടെ ഋതിക ഇങ്ങനെ പത്മയെ തന്നെ നോക്കുവാണ്. പത്മയും അതേ മോളെ എന്ന് സമ്മതിക്കുന്നു. സൂര്യമംഗലത്തെ കോടാനുകോടി സ്വത്തുക്കളെല്ലാം എൻ്റെ പേരിലായിരുന്നു. ഞാനില്ലെങ്കിലേ അതൊക്കെ പിന്നെ മോളുടെ പേരിൽ വരും. ആ അംബിക മോളെ ഒന്നും ചെയ്യാതിരുന്നതേ വേറെ ലക്ഷ്യം വെച്ച ക്രിമിനലായ ഒരു മകനുണ്ടല്ലോ അവൾക്ക്. അവനെ കൊണ്ട് എൻ്റെ മോളെ വിവാഹം കഴിപ്പിച്ച് സ്വത്തുക്കളെല്ലാം തട്ടിയെടുക്കാവുന്ന അവൾ കരുതി. അവളുടെ ആ സ്വപ്നം നടന്നില്ല. കാരണം ദൈവദൂതനെ പോലെ രാജു മോളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. പത്മ രാജുവിനെ നോക്കി അങ്ങനെ പറയുമ്പോൾ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും എല്ലാവരും ഇങ്ങനെ രാജുവിനെ നോക്കുവാണ്. അങ്ങനെ രാജു വന്നതോടുകൂടി അവളുടെ പ്ലാനുകൾ ഒന്നും വർക്കൗട്ടാകാതെയായി. ജഗന്നാഥൻ പറയുക, എത്രയോ കൊല്ലം ഞാനും ഈ പത്മയും അംബികയുടെ തടവറയിലായിരുന്നുവെന്ന് നിങ്ങൾക്കാർക്കെങ്കിലും അറിയാവോ? ആയുസിൻ്റെ ബലം കൊണ്ടാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത്. ദേഷ്യത്തോടെ രാജു പറയുക, ഇത്രയും ക്രൂരതകൾ ചെയ്ത ആ സ്ത്രീയെ നമ്മൾ വെറുതെ വിട്ടാൻ പറ്റില്ല. അത് കേട്ടിട്ട് ഉടനെ ജഗന്നാഥൻ രാജുവിനോട് പറയുക, മോനെ, മഹാഭാരത യുദ്ധം തുടങ്ങുന്നതിന് അല്പം മുമ്പ് പാണ്ഡവരിൽ ഏറ്റവും ഇളയവനായ സഹദേവൻ തൻ്റെ ചേട്ടന്മാരോട് ഒരപേക്ഷ പറഞ്ഞു. ആ ശകുനിയെ എനിക്കങ്ങ് തന്നേക്കണമെന്ന്. 18 ദിവസത്തിന്റെ യുദ്ധത്തിന്റെ 7-ാം ദിവസം സഹദേവൻ ശകുനിയെ കൊന്നു. നിങ്ങളെല്ലാവരും ബന്ധുക്കളാ, പക്ഷേ ഞാൻ ബന്ധുവല്ല. അതുകൊണ്ട് ആ അംബികയുടെ ജീവൻ അവസാനിപ്പിക്കേണ്ടത് എൻ്റെ കൈകൊണ്ടായിരിക്കണം. നടന്ന കാര്യങ്ങളോർത്ത് വീണ്ടും പത്മ കരയുവാണ്. അത് കണ്ടിട്ട് വേണു പറയുന്നു, മേഡം എന്തിനാ കരയുന്നത്? മകളെ തിരിച്ചു കിട്ടിയില്ലേ? മകളെ മാത്രമല്ലല്ലോ വേണുവേട്ട, സ്നേഹനിധിയായ ഒരു മകനെ കൂടി എനിക്ക് കിട്ടിയില്ലേ എന്നിങ്ങനെ സന്തോഷത്തോടെ പത്മ പറയുവാണ്. ഞാനിനി ഒരു സത്യം പറയാമല്ലോ, രാജുവിനെ കൊണ്ട് ഋതുമോളെ കല്യാണം കഴിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് ഞാനാ. അത് കേട്ടിട്ട് വേണു പറയുക, ഇനി ഒരു കാര്യം കൂടെ നടക്കണം, അതിനു വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. എന്തായിരിക്കും വേണു പറയാൻ പോകുന്നത്? ഇങ്ങനെ അതിശയത്തോടെ എല്ലാവരും വേണുവിനെ തന്നെ നോക്കുവാണ്. അപ്പോൾ വേണുവേട്ടൻ പറയുവാണ്, പ്രതാപൻ സാറിന് പത്മാവതി മേടത്തോടുള്ള തെറ്റിദ്ധാരണയെല്ലാം മാറി അവർ രണ്ടുപേരും ഒന്നായി ജീവിക്കണം. രാജു അപ്പോൾ ഒരു ഉറച്ച തീരുമാനത്തോടെ സന്തോഷത്തോടെ പറയുവാണ്, അതോർത്ത് അച്ഛൻ വിഷമിക്കണ്ട, അക്കാര്യം എനിക്ക് വിട്ടേരെ. അങ്ങനെ അവരെല്ലാവരും സന്തോഷത്തോടെ നിൽക്കുമ്പോൾ വേണുവേട്ടൻ വീണ്ടും പറയുക, അങ്ങനെ ആ മഴക്കാറ് മാഞ്ഞു, മാനവും തെളിഞ്ഞു. കഥയറിയാതെ അമ്മയെ പറഞ്ഞു പോയതൊക്കെ ഓർത്ത് ഋതികയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. ഋതിക വീണ്ടും പൊട്ടിക്കരഞ്ഞുകൊണ്ട് പത്മയെ അങ്ങ് കെട്ടിപ്പിടിക്കുവാണ്. അങ്ങനെ ആ അമ്മയും മകളും പരസ്പരം സ്നേഹത്തോടെ ഇങ്ങനെ പുണർന്നു നിൽക്കുന്ന കണ്ട് എല്ലാവരും വളരെ സന്തോഷത്തോടെ നിൽക്കുവാണ്. അതൊക്കെ കണ്ടിട്ട് നമ്മുടെ വേണുവേട്ടൻ പറയാം, ഒരു കാര്യം ശരിയാ, ഒത്തിരി കരഞ്ഞാലേ മനസ്സ് തുറന്നൊന്ന് ചിരിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ വളരെ നാളുകൾക്ക് ശേഷമുള്ള ദുഃഖത്തിനൊടുവിൽ അവരെല്ലാവരും അങ്ങനെ വളരെ സന്തോഷത്തോടെ നിൽക്കുവാണ്. ഋതിക പത്മാവതിയുടെ തോളിൽ ഇങ്ങനെ ചാഞ്ഞു കിടക്കുവാണ്. ആ കാഴ്ച കണ്ട് സന്തോഷത്തോടെ രാജു അകത്തോട്ട് വന്നിട്ട് പത്മയോട് പറയുന്നു, അമ്മേ,
അച്ഛൻ ഈ വീടിന്റെ പുറത്തിറങ്ങി നിൽക്കുവാണ്. ആരെങ്കിലും നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടോന്ന് അറിയാനും പിന്നെ ഓട്ടോറിക്ഷ പിടിക്കാനും. ഇവിടെയെങ്ങും അവളുടെ കണ്ണ് എത്തില്ല മോനെ. അല്ല, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ലമ്മേ. അവരുടെ പകയും പ്രതികാരവും ഒക്കെ അവരുടെ മരണം വരെ നീളുന്നതാ. ആ ദീപക്കാണെങ്കിലോ അംബികയുടെ ചാവേറ. അവന് മറ്റൊരു തൊഴിലും ഇല്ലല്ലോ. അവന്റെ കണ്ണ് എപ്പോഴും അമ്മയുടെയും ആ ജഗനങ്കിളിന്റെയും പിന്നാലെയാ. അതുകൊണ്ട് ജഗന്നാഥനങ്കിൾ ഇതുവരെ താമസിച്ചിരുന്ന ആ വീട്ടിൽ ഇനി അങ്കിള് താമസിക്കണ്ട. അങ്കിളിന് വേണ്ടി കുറച്ചുകൂടി സേഫായ ഒരു സ്ഥലം അച്ഛൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതെവിടെയാ മോനെ എന്നിങ്ങനെ പത്മ ചോദിക്കുമ്പോൾ രാജു പറയുന്നു, അത് കുറച്ച് ദൂരെയാമ്മേ, തങ്കമലയെന്ന് പറയും. ഞാൻ അവരെ യാത്രയാക്കിയിട്ട് വരാമേ എന്ന് പറഞ്ഞ് രാജു അവിടുന്ന് പോവുകയാണ്. പത്മയാണെങ്കിൽ തൻ്റെ മകളെ എത്ര കണ്ടിട്ടും കൊതി തീരാതെ വീണ്ടും ഋതികയെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കുവാണ്. ഋതിക പൊട്ടിക്കരഞ്ഞോണ്ട് പറയുന്നു, കുട്ടിക്കാലത്ത് എൻ്റെ അമ്മ ആരാ, അമ്മയെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ ഒത്തിരി മോഹിച്ചു. പിന്നെ അമ്മയെ കാണാതെ വന്നപ്പോൾ ഞാൻ ഒരുപാട് കരഞ്ഞു. അപ്പോൾ അംബിക അമ്മായി എന്നോട് പറഞ്ഞ് അമ്മ എന്നെയും അച്ഛനെയും ഉപേക്ഷിച്ച് പോയെന്ന്. അപ്പോഴാ കാലം മുതൽ എനിക്ക് എൻ്റെ അമ്മയോട് ദേഷ്യമായി. ആ സമയത്ത് രാജു അങ്ങോട്ട് വരുന്നുണ്ട്. രാജു ഋതികയും പത്മയും സംസാരിക്കുന്ന കേട്ടുകൊണ്ട് അവിടെ അങ്ങനെ നിൽക്കുവാണ്. ഞാൻ അമ്മയെ വെറുത്തുകൊണ്ട് അച്ഛനെ ഒത്തിരി സ്നേഹിച്ചു. അച്ഛൻ എന്നെ തിരിച്ച് സ്നേഹിക്കുന്നതായിട്ട് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ലമ്മേ. അച്ഛൻ്റെ സ്നേഹം മനസ്സിലുണ്ടായിരിക്കണം. സ്നേഹം അങ്ങനെ പുറത്ത് പ്രകടിപ്പിക്കാൻ അച്ഛൻ അറിയില്ലല്ലോ. സത്യം പറഞ്ഞാൽ എന്നെ സ്നേഹം തന്ന് വളർത്തിയത് ചെറിയച്ഛനും ചെറിയമ്മയും കൂടിയാ. അവരൊരിക്കലും എൻ്റെ അമ്മയെ കുറ്റം പറഞ്ഞിട്ടില്ല. അമ്മയും അച്ഛനും തമ്മിൽ പിരിയാനുണ്ടായ കാരണം എന്തോ തെറ്റിദ്ധാരണയുടെ പേരിലാണെന്നാ അവരെന്നോട് പറഞ്ഞത്. അതോടെ പിന്നെയും എനിക്ക് എൻ്റെ അമ്മയോട് സ്നേഹം കൂടി. ഋതിക പത്മയുടെ കവളിൽ പിടിച്ചിട്ട് പറയുന്നു, പക്ഷേ എനിക്ക് എൻ്റെ അമ്മയെ കാണാൻ കഴിയില്ലല്ലോ. എന്നെ ഉപേക്ഷിച്ചിട്ട് പോകാൻ ഈ അമ്മയ്ക്ക് എങ്ങനെ കഴിയുന്നുവെന്ന് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. ഋതിക അങ്ങനെ പറയുമ്പോൾ മോളേയെന്നും പറഞ്ഞ് പത്മ കരയുവാണ്. സാരമില്ലമ്മേ, മീരയാൻറ്റി എന്ന പേരിൽ എപ്പോഴും ഈ അമ്മ എൻ്റെ ചുറ്റുപാടും തന്നെ ഉണ്ടായിരുന്നല്ലോ. ഈ മീരയാൻറ്റി എൻ്റെ അമ്മയാണെന്നുള്ള സത്യം ഞാൻ സൂര്യമംഗലത്ത് വെച്ചല്ലേ ആദ്യമായിട്ട് അറിയുന്നത്. സങ്കടത്തോടെ പത്മ പറയുക, മോളെ, ഞാൻ എൻ്റെ മോളുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. എന്നും എൻ്റെ കുട്ടിയുടെ വളർച്ചകളൊക്കെ ഞാൻ അകന്നു നിന്ന് കാണുന്നുണ്ടായിരുന്നു. എൻ്റെ മോള് പഠിക്കാൻ വരുന്ന സ്കൂളുകളിലും കോളേജുകളിലും എല്ലാം എൻ്റെ മോളുടെ പിന്നാലെ തന്നെ ഞാൻ ഉണ്ടായിരുന്നു. രാജു എന്ന സ്നേഹനിധിയായ ബോഡി ഗാർഡ് നിനക്ക് കാവലായി വന്ന നാൾ മുതൽ എൻ്റെ മോളുടെ കാര്യത്തിൽ എനിക്ക് യാതൊരുവിധ ഉത്കണ്ഠയോ പേടിയോ ഇല്ലാതെയായി. എൻ്റെ പ്രാർത്ഥന കേട്ട് ദൈവം നിനക്ക് വേണ്ടി അയച്ച കാവൽ ദൂതനാണ് രാജുവെന്ന് എനിക്ക് ഉത്തമ ബോധ്യം വന്നു. അമ്മ എൻ്റെ മുൻപിൽ എന്തിനാ ആൾമാറാട്ടം നടത്തിയത്? എന്തിനാ എൻ്റെ മുന്നിൽ ഈ മീരയാൻറ്റിയുടെ വേഷം കെട്ടിയത്? മോളെ, നീ നിൻ്റെ അമ്മയെ കണ്ടെത്തിയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ അംബിക നിന്റെ ആഹാരത്തിൽ വിഷം തന്ന് നിന്നെ കൊന്നുകളയും മോളെ. അത് പേടിച്ചിട്ടാ ഞാൻ സത്യം തുറന്നു പറയാതിരുന്നതും ഒളിവ് ജീവിതം നയിച്ചതും. മോൾക്കറിയാവോ, വർഷങ്ങളോളം ഞാൻ ആ അംബികയുടെയും മകൻ്റെയും തടവറയിലായിരുന്നു. ഇത്രയും നേരം അമ്മയും മകളും സംസാരിക്കുന്നതൊക്കെ കേട്ടോണ്ട് നിന്നിരുന്ന രാജു പറയുന്നു, എൻ്റെ ദൈവമേ, എൻ്റെ ഋതികയ്ക്ക് അവളുടെ അമ്മയെ എനിക്ക് തിരിച്ചു കൊടുക്കാൻ സാധിച്ചല്ലോ. ഋതിക പത്മയോട് പറയുക, ഇത്രയും നാൾ ഞാൻ എൻ്റെ അച്ഛനെ സ്നേഹിച്ച് ഇനി എൻ്റെ അച്ഛനെയും അമ്മയും ഞാൻ ഒരുപോലെ സ്നേഹിക്കും. കിട്ടാത്തതും തരാത്തതുമായ സ്നേഹം നമ്മൾ ഒരുമിച്ച് അനുഭവിക്കും എന്നും പറഞ്ഞ് ഋതിക സന്തോഷത്തോടെ പത്മാവതി ഇങ്ങനെ കെട്ടിപ്പിടിക്കുവാണ്. ഈ സമയം പ്രതാപനാണെങ്കിൽ ഇങ്ങനെ ഉമ്മറത്ത് എന്തോ ആലോചിച്ചിങ്ങനെ വലിയ ടെൻഷനിലിരിക്കുവാണ്. ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രതാപൻ ഇങ്ങനെ ആലോചിക്കുവാണ്. ടെസ്റ്റ് റിപ്പോർട്ടിൽ ഈസ് കൺഫേംഡ്. അതായത് അസ്ഥിമജ്ജയിലെ ബ്ലഡ് സെൽസിന്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ശേഖരൻ പ്രതാപന്റെ അടുത്തോട്ട് വന്നിട്ട് പറയുന്നു, ചേട്ടനെ കാണാൻ CM വന്നിട്ടുണ്ട്. CMO എന്നും പറഞ്ഞ് വെപ്രാളത്തിൽ പെട്ടെന്ന് പ്രതാപൻ എഴുന്നേറ്റ് CMനെ കാണാനായിട്ട് പോവുകയാണ്. അയ്യോ സാറൊരു മുന്നറിയിപ്പും ഇല്ലാതെ അതെന്താടോ, തൻ്റെ വീട്ടിലോട്ട് വരാൻ വേണ്ടി എനിക്ക് നേരത്തെ മുന്നറിയിപ്പൊക്കെ തരണോ? അയ്യോ സാറേ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല സാറേ. ആറ്റിങ്ങൽ, ചാത്തന്നൂർ, കൊട്ടിയം, കൊല്ലം ഇവിടെയൊക്കെ എനിക്കിന്ന് പ്രോഗ്രാം ഉണ്ട്. പോകുന്ന വഴിയല്ലേ, അപ്പോൾ തന്നെ ഒന്ന് കാണാമെന്ന് കരുതി കയറിയെന്നേ ഉള്ളു. പ്രതാപൻ പെട്ടെന്ന് ശേഖരനോട് പറയുന്നു, ശേഖര, സാറിനൊരു ചായ എടുത്തോണ്ട് വാ. അത് കേട്ടിട്ട് CM പറയുന്നു, അയ്യോ എന്നെ ഉപദ്രവിക്കല്ലേ, ഞാൻ രാവിലെ ഒരു ചായ കുടിക്കും, അത്ര മാത്രമേ ഉള്ളൂ. ഇതെല്ലാം മുകളിലെ ബാൽക്കണിയിൽ നിന്ന് അംബികയും മകനും കാണുന്നുണ്ട്. CM പെട്ടെന്ന് പ്രതാപനോട് പറയുന്നു, താനിങ്ങ് വന്നേ എന്നും പറഞ്ഞ് അവർ രണ്ടുപേരും പുറത്തോട്ടിറങ്ങി പോവുകയാണ്. CM പ്രതാപനെ കാണാൻ വന്നതിനും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയ അംബിക പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി അവർ സംസാരിക്കുന്നിടത്ത് പോയി മറഞ്ഞു നിൽക്കുവാണ്.
CM പ്രതാപനോട് പറയുന്നു, ആ അനന്തംപിള്ള വന്നിട്ടുണ്ടല്ലോ, അവൻ വീണ്ടും ഉപദ്രവം കൊണ്ട് ഇറങ്ങിയിരിക്കുവാണോ? പ്രതാപൻ പറയുന്നു, അവൻ്റെ ലക്ഷ്യം CMന്റെ കസേര തന്നെയാ, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അവൻ്റെ ശത്രു ഞാനാ, അത് CMന് അറിയാവുന്ന കാര്യമല്ലേ, വെറും വ്യക്തിവൈരാഗ്യവാ. CM പറയുക, അവനൊരു പൊളിറ്റീഷ്യൻ അല്ലല്ലോ വർമ്മേ, പൊളിറ്റീഷ്യൻ അല്ലേ പൊതുജനങ്ങളോട് കമ്മിറ്റ്മെന്റ് ഉണ്ടാവൂ. ഇയാൾ ക്രിമിനലാ, രാഷ്ട്രീയത്തിലെ ക്രിമിനൽ. അംബികയാണ് ഈ സമയം ഒളിഞ്ഞും പാത്തുമൊക്കെ ചെടിയുടെ മറവിൽ നിന്നിതെല്ലാം കേൾക്കുകയും കാണുകയും ചെയ്യുക. അവൻ എന്നോടുള്ള അംഗത്തിന് വേണ്ടിയാണ് തിരിച്ചു വന്നിരിക്കുന്നതെന്ന് എന്നോട് നേരിട്ട് പറഞ്ഞു സാർ എന്നിങ്ങനെ പ്രതാപൻ പറയുക. പിന്നെ അനന്തംപിള്ള കോടീശ്വരനായ ഒരു പൊളിറ്റിക്കൽ ക്രിമിനൽ ആയതുകൊണ്ട് അയാളുടെ ചുറ്റും കുറേ ആൾക്കാരും കാണും. എന്തെങ്കിലുമൊക്കെ ഈ ഗവൺമെൻറ്റിനെതിരെ അവർക്ക് ചെയ്യാനും പറ്റും. പ്രതാപൻ എന്തായി പറഞ്ഞു വരുന്നത്? സാറേ, ഒരു കോംപ്രമൈസിന് അയാൾ തയ്യാറാകുന്നെങ്കിൽ CM എൻ്റെ കാര്യം നോക്കണ്ട, അയാളുമായി ഒരു ധാരണയിലെത്തുക, അതായിരിക്കും സാറേ സേഫ്. എന്ത് വർത്തമാനമാണോ വർമ്മയെ താനീ പറയുന്നത്? ഞാനെന്താ ഒരു അവസരവാദിയാണോ? പൊതുജന സേവനമാണ് എൻ്റെ ജീവിത ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ വിദ്യാഭ്യാസ കാലം മുതലേ രാഷ്ട്രീയം ഞാൻ എൻ്റെ ജീവിതമാക്കിയത്. ആദർശം വിട്ട് ഇന്നേ വരെ ഞാൻ ജീവിച്ചിട്ടില്ല. അയ്യോ സാറേ, ഞാൻ പറഞ്ഞൊന്നും സാറിന് ഫീൽ ചെയ്യണ്ട. ഞാൻ കാരണം അയാളെ CM ശത്രുപക്ഷത്താക്കണ്ട എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അനന്തംപിള്ള അക്രമകാരിയും അഴിമതിക്കാരനുമായ ഒരു രാഷ്ട്രീയ നേതാവാ. എൻ്റെ തല പോയാലും അയാളുമായി ഞാനൊരു കോംപ്രമൈസിനുമില്ല. CM അങ്ങനെ പറഞ്ഞപ്പോൾ പ്രതാപം പറയുക, വിരലിലെണ്ണാവുന്ന കുറച്ചുപേർ മാത്രമേ നമ്മളുള്ളൂ ഈ സംക്ഷിപ്തമായ രാഷ്ട്രീയത്തിൽ. സ്വാർത്ഥ താല്പര്യമില്ലാത്ത രാഷ്ട്രീയക്കാർക്കെല്ലാം ഇപ്പോൾ വംശനാശം സംഭവിച്ചു കഴിഞ്ഞു സാർ. അതൊക്കെ ആയിക്കോട്ടെടോ പ്രതാപ, എന്നാലും എന്നെയും തന്നെ പോലെയുള്ള കുറേ പേരെങ്കിലും ഇപ്പോഴും ബാക്കിയുണ്ടല്ലോ. അത് മാത്രം മതിയടോ. തോറ്റാലും ജയിച്ചാലും ജീവിച്ചാലും മരിച്ചാലും ഇന്ന് വരെ കാത്തു സൂക്ഷിച്ച ആദർശങ്ങൾ പണയപ്പെടുത്തി ജീവിക്കാൻ ഞാൻ തയ്യാറല്ല. ഇവന്റെയൊക്കെ സപ്പോർട്ടോടുകൂടി ഒരു ഭരണം നമുക്ക് വേണ്ട പ്രതാപ. അത് കേട്ടിട്ട് പ്രതാപം പറയുക, എന്തായാലും ഏതായാലും എന്നോടുള്ള പകയുമായിട്ടാണ് അവൻ വന്നിരിക്കുന്നത്. ഒരു മൂർഖനാ സാർ അവൻ. പതിയിരുന്ന് ആക്രമിക്കാൻ വരെ അവൻ മടിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ വർമ്മ സൂക്ഷിക്കണം. നിങ്ങൾക്ക് ഞാൻ സ്പെഷ്യൽ സെക്യൂരിറ്റി അറേഞ്ച് ചെയ്യാം. ഏയ് അതൊന്നും വേണ്ട സാർ, അവൻ ഫൈറ്റ് ചെയ്തോട്ടെ, നമുക്ക് നോക്കാം. എത്ര ഇടവപ്പാതിയും മീനച്ചൂടും കർക്കിടപ്പാതിയും രാത്രികളും കഴിഞ്ഞിട്ടാ നമ്മൾ ഈ വഴിയിൽ എത്തപ്പെട്ടത്. മടിയിൽ കനവില്ലാത്തവന് വഴിയിൽ എന്തിനാ സാർ പേടിക്കേണ്ടത്? എന്നാൽ ഞാൻ ഇറങ്ങട്ടെ പ്രതാപ, സമയം ഒരുപാട് വൈകി എന്നും പറഞ്ഞ് യാത്ര പറഞ്ഞ് CM അവിടുന്ന് പോവുകയാണ്. അംബികയൊന്ന് മകനോട് പറയുക. അപ്പോൾ പ്രതാപന്റെ മൂഡൌട്ടിന്റെ കാര്യം എന്താണെന്ന് മനസ്സിലായി. അനന്തംപിള്ള തിരിച്ചു വന്നിരിക്കുന്നു. അനന്തംപിള്ളയോ? അതാരാമ്മേ എന്നിങ്ങനെ ദീപക് ചോദിക്കുന്നുണ്ട്. അതെ, പഴയ ഒരു രാഷ്ട്രീയക്കാരനാ. കാശുണ്ടാക്കാൻ വേണ്ടി രാഷ്ട്രീയത്തിൽ വന്ന ഒരു പ്രത്യേകതരം ഇനം. ചട്ടമ്പി രാഷ്ട്രീയം. അതിനെന്താ, അയാൾ ചട്ടമ്പിയാണെന്നോ? നീ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ചട്ടമ്പി അല്ല. കാശും ഗുണ്ടായുസം കൊണ്ട് നേതാവായ ഒരുത്തൻ. അതാണ് അനന്തംപിള്ള. പ്രതാപന്റെ നമ്പർ 1 ശത്രുവാ. രാജവെമ്പാല ഇനത്തിൽപ്പെട്ടവനാവൻ. അവൻ കടിക്കാതെ പിന്മാറില്ല. അതിന് ഇയാൾക്ക് വല്യമ്മാവിനോട്ട് എന്തുവാ ശത്രുത? പണ്ടേ ഈ അനന്തംപിള്ളയെ ശരിക്കൊന്ന് നോവിച്ച് വിട്ടതാ നമ്മുടെ പ്രതാപൻ. ആ പ്രതികാരവും കൊണ്ടായിരിക്കണം അയാളിപ്പോൾ തിരികെ വന്നിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഒരുതരം നാടുകടത്തൽ പോലെയായിരുന്നു അന്ന് അനന്തന്റെ ഒരു പോക്ക്. പ്രതാപന് നേരെ അവൻ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എന്ന് വെച്ചാൽ അന്ന് പ്രതാപവർമ്മയുടെ ഒരു പ്രതാപകാലം തന്നെ ആയിരുന്നു. അല്ലമ്മേ, ഇപ്പോൾ അയാൾക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? ദീപക്കിന്റെ ആ ചോദ്യത്തിന് സന്തോഷത്തോടെ അംബിക പറയുക, അതിനെ ഇന്ന് പ്രതാപന്റെ ഗ്രഹണ സമയം അല്ലയോടാ ദീപക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, അംബിക വളരെ സന്തോഷത്തോടെ നിൽക്കുവാണ് അനന്തംപിള്ളയുടെ വരവിനെ അറിഞ്ഞ്. അനന്തംപിള്ളയുമായിട്ട് കൂട്ടുചേർന്ന് പ്രതാപന് വേണ്ടി എന്തൊക്കെ ദ്രോഹം ചെയ്യാവോ അതൊക്കെ ഈ അംബിക ചെയ്യും. പക്ഷേ ഹൃദയ സത്യങ്ങൾ തിരിച്ചറിഞ്ഞതുകൊണ്ട് അംബികയുടെയും മകൻ്റെയും അധപ്പതനം തുടങ്ങിക്കഴിഞ്ഞു. അതുമായിട്ടുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.